നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ രണ്ടാം ഡിവിഷനിൽ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന അൽബാസെറ്റയോട് 3-2 പൊട്ടിയിട്ടാണ് റയൽ മാഡ്രിഡ് പുറത്താവുന്നത്. അപ്പോൾ കളി കഴിഞ്ഞ ശേഷം കോച്ച് ആർബിലോയ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളിയാണ് റയലിൻ്റെ ഫസ്റ്റ് ടീം ഹെഡ് കോച്ച് എന്ന നിലയിൽ. കളി പൊട്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ തോൽവിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം പല താരങ്ങളെയും സ്ക്വാഡിലെടുക്കാതെ മാഡ്രിഡിൽ തന്നെ നിർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ സ്ക്വാഡ് തിരഞ്ഞെടുത്തത് ഞാനാണ്, അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ മുന്നിൽ വേറെ ചോയ്സില്ല, നാളെ എഴുന്നേൽക്കുക, വീണ്ടും വർക്ക് ചെയ്യുക, നമുക്കിനിയും 2 കിരീടങ്ങൾക്കായിട്ട് പോരാടാനുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുന്നു, ഞങ്ങളിനി ലാലീഗയെക്കുറിച്ചും ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്, അതാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. താരങ്ങളെ മാഡ്രിഡിൽ നിർത്തി സ്ക്വാഡിൽ ഉൾപ്പെടുത്താതെ വന്നതിൽ എനിക്കൊരു കുറ്റബോധവുമില്ല, ഒരു റിഗ്രറ്റുമില്ല. കാരണം എൻ്റെ കൂടെ ഒരു ഹ്യൂജ് സ്റ്റാഫുണ്ട്. അപ്പോൾ ഞാനും സ്റ്റാഫും കൺവിൻസ്ഡ് ആയിട്ട് എടുത്ത തീരുമാനമാണത്. അത് ശരിയായ തീരുമാനമാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുക. 1000 തവണ ഇങ്ങനെ തന്നെ സ്ക്വാഡ് സെലക്ട് ചെയ്യും. അതിലൊന്നും എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ശരിയാണ്, എല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ വി ഹാവ് നോ ചോയ്സ്. നാളെ നമ്മൾ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വർക്ക് ചെയ്യും. ഇനിയും നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിരീടങ്ങൾക്കായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഏതായാലും ഞാൻ സെലക്ട് ചെയ്ത സ്ക്വാഡ് കറക്റ്റായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തോൽവിക്ക് മാക്സിമം റെസ്പോൺസിബിലിറ്റി എനിക്കാണുള്ളത് എന്നും ഞാൻ സമ്മതിക്കുന്നു എന്നാണ് ഇപ്പോൾ ആർബിലോയ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സീനിയർ ടീമിൻ്റെ കോച്ചിങ് കരിയറിൽ ഒരു വല്ലാത്ത മോശം തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും റയൽ മാഡ്രിഡ് അടുത്ത സീസണിലേക്ക് മറ്റൊരു കോച്ചിനെ നോക്കും എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.